റബ്ബുൽ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനം ഒരുക്കി വച്ചിരിക്കുന്നത് നീതിയുടെ മേലിലാണ്. നീതിയാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ അടിത്തറയായി പരിശുദ്ധ ഖുർആനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനീതി അല്ലെങ്കിൽ അക്രമം എന്ന് പറയുന്നത് എവിടെ വന്നാലും അതിനെ ഇല്ലാതാക്കുക, അതിനെ തടയുക എന്നത് അള്ളാഹുവിൻ്റെ ദീനിന്റെ പൊതു നിയമമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ സുന്നത്താണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ലോകത്ത് കഴിഞ്ഞുപോയ ഭരണാധികാരികളും ഓരോ നാട്ടുകാരും ഓരോ രാജ്യങ്ങളിൽ ആധിപത്യം ചെലുത്തിയിരുന്നവരുമായ ഒരുപാട് നാടുകൾ, തിൽക്കൽ ഖുറ, പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരുപാട് നാടുകൾ, ആ നാടുകളെ അല്ലാഹു തആല ആദ് സമൂദ് പോലെയുള്ള വിഭാഗങ്ങൾ, അതേപോലെ പല പ്രവാചകന്മാരുടെ അനുയായികളും അല്ലാത്തവരുമായ ഒരുപാട് തലമുറകൾ, റോമാ സാമ്രാജ്യം, അതേപോലെ കിസ്ര കൈസർ ചക്രവർത്തിമാരും അവരുടെ സാമ്രാജ്യങ്ങളൊക്കെ അഹ്ലക്നാഹും, അവരെയൊക്കെ നമ്മൾ നശിപ്പിച്ചത് ലമ്മാ വലമോ, അവർ അക്രമം പ്രവർത്തിച്ചപ്പോഴാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കാണാം, വിവരിക്കുന്നത് കാണാം. ലോകത്ത് വന്ന എല്ലാ സമുദായം, ലോകത്ത് കഴിഞ്ഞുപോയ സമുദായങ്ങളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാം. ലോകത്ത് അക്രമം എക്കാലത്തും അല്ലാഹു തആല വെച്ചു പൊറുപ്പിക്കാത്ത ഒന്നാണ് അക്രമം എന്ന് പറയുന്നത്. ഇന്ന് അതേപോലെ മഹാനായ ഈസ നബി അലൈഹിസ്സലാം ലോകത്ത് ഇറങ്ങി വരും ഖിയാമത്തിന്റെ അടുത്ത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതിനെപ്പറ്റി പറയുന്ന ഹദീസുകളിലും ഉള്ളത്, ആ ഈസ നബി അലൈഹിസ്സലാം ലോകത്ത് വന്നിട്ട് ഈ ലോകത്ത് നീതി കൊണ്ട് നിറയ്ക്കും. തമാം മുലിയത്ത് ഉൽമപ്പൂറ, അക്രമങ്ങളും അതിക്രമങ്ങളും കൊണ്ട് നിറയ്ക്കപ്പെട്ട ലോകത്തെ നീതി കൊണ്ട് നിറയ്ക്കും. അതിനാണ് ഈസ നബി അലൈഹിസ്സലാം അവസാന കാലത്ത് ഇറങ്ങി വരുന്നത് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് തന്നെ അക്രമം അത് ലോകത്ത് ഇല്ലാതാവണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. പക്ഷേ ലോകത്ത് എപ്പോഴും പല രൂപത്തിലുള്ള അക്രമകാരികൾ അഴിഞ്ഞാടുന്ന ലോകമായിട്ട് ഇപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണ്. അക്രമം പൂർവാധികം ശക്തിയായി പല രൂപങ്ങളിലൂടെ, പല സംവിധാനങ്ങളിലൂടെ, ഇന്നത് എന്നില്ല, എവിടെ നോക്കിയാലും അക്രമമാണ്. അക്രമം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കത്തിയെടുത്ത് കുത്തുക അല്ലെങ്കിൽ ആയുധ പ്രയോഗം നടത്തുക എന്നൊന്നുമല്ല. അക്രമം എന്ന വാക്കിന്റെ അർത്ഥം വലൗ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി, ഒരു സാധനം വെക്കേണ്ട സ്ഥലത്തല്ലാതെ വെക്കുന്നതിനാണ് ദുൽമ് എന്ന് പറയുക. ഒരാള് അയാൾ എന്റെ കൈ വെക്കേണ്ട ഒരു സ്ഥലം എനിക്കല്ല തന്നിട്ടുണ്ട്, അത് വേറൊരാളുടെ ചെവിയിലോ വേറൊരാളുടെ മുഖത്തോ കൊണ്ടുപോയി വെച്ചാൽ അതിന് അക്രമം എന്നാണ് പറയാ. അത് നമ്മൾ അടിക്കുക എന്ന് പറയും മലയാളത്തിൽ. അതിനാണ് ദുൽമ് എന്ന് പറഞ്ഞ, അടിയായാലും കുത്തായാലും ചവിട്ടായാലും ഒക്കെ ഒരു സാധനം വെക്കേണ്ടോടത്ത് അല്ലാതെ വെക്കുന്നതിനാണ് ദുൽമ് എന്ന് പറയാം. അതെന്തായാലും ശരി, ഏത് സാധനമായാലും ശരി, നമ്മളുടെ വീട്ടിലുള്ള ചപ്പ് ചവറുകൾ മുറ്റമൊക്കെ അടിച്ചു കോരിയിട്ട് ആ വേസ്റ്റൊക്കെ അടുത്ത വീട്ടുകാരുടെ തൊടിയിലേക്ക് കൊണ്ടുപോയി കൊട്ടുകയാണ്. അത് അവിടെ കൊട്ടേണ്ട സാധനമല്ല, അത് ദുൽമാണ്. ഇതിനെ പറ്റിയാണ് ദുൽമ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തൊക്കെ അക്രമം ന്യായീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അക്രമം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് ഫലസ്തീനികൾ എന്ന് പറയുന്ന നിരപരാധികളായ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ അതിദാരുണമായി കൊല്ലപ്പെടുന്നു. അവർക്ക് ഭക്ഷണം നൽകിയിരുന്ന സന്നദ്ധ സംഘടനകളെ മുഴുവൻ തടഞ്ഞ് അവർക്ക് ആർക്കും ഭക്ഷണം കൊടുക്കാൻ ആരും അങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് അമേരിക്കയും ഇസ്രയേലും അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആ ബാധ്യത ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ ഏറ്റെടുക്കുന്നു. എന്നിട്ട് ആളുകളെ ഭക്ഷണത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് 400 ലോഡ് ഭക്ഷണം ആവശ്യമുള്ള ഒരു രാജ്യത്ത് 4 ലോഡ് ഭക്ഷണം കൊണ്ട് നിർത്തിയിട്ട് ആളുകളെ മുഴുവൻ വരി നിർത്തുന്നു. എന്നിട്ട് അവരെ വെടിവെച്ച് അങ്ങനെ കൊല്ലുന്നു. വെടി കൊണ്ടാലും മരിച്ചാലും പിന്നെയും ബലിയല്ലാതെ മാർഗമില്ല, വേറൊന്നും അവർക്ക് കിട്ടാനില്ല. ആ നിലയിൽ ആക്രമിക്കപ്പെടുന്നു ഫലസ്തീനിലെ. അതേപോലെ അമേരിക്കയാവട്ടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളോടും ഇന്ത്യയോട് കാണിക്കുന്ന അക്രമം, ഇന്ത്യയോട് 50% നികുതി, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളോടൊക്കെ ഇതുപോലത്തെ അക്രമം. റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങാൻ പാടില്ല, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, റഷ്യയുമായി കച്ചവടം നടത്താൻ പാടില്ല, അങ്ങനെ വന്നാൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടൂല. ഇങ്ങനെ അക്രമം ലോകത്ത് മുഴുവൻ ഇങ്ങനെ ഓരോ രാജ്യങ്ങളും, അതേപോലെ ഇന്ത്യ രാജ്യം അമേരിക്കയുടെ അക്രമം സഹിക്കുമ്പോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ കേരളത്തോട് അതിലും വലിയ അക്രമങ്ങളാണ്
മുൻമകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കിട്ടേണ്ട കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് കൊണ്ടുപോകുന്ന നികുതി പണത്തിന്റെ ഒരംശമാണ് കേരളത്തിന് കിട്ടേണ്ടത്. അതുപോലും തരൂല. ഇതാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക പരാധീനതകളിൽ നമുക്കത് കാണാം. കേരളത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങള് അത് അവരുടെ ഔദാര്യമൊന്നുമല്ല. ഇവിടെ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതിയാണത്. അതിന് കേരളത്തിന് കിട്ടേണ്ട അവകാശം പോലും കേരളത്തിന് നൽകുന്നില്ല. ഈ കേരളത്തിന്റെ അവസ്ഥയായാലും ഇതുപോലെ തന്നെയാ. മേലെയുള്ളവൻ താഴെ 12 കൊല്ലമായിട്ട് അധ്യാപകയായി ജോലി ചെയ്തിട്ട് ആ ശമ്പളം 12 കൊല്ലമായിട്ടും ചില്ലിക്കാശ് അനുവദിക്കാതെ മേലുദ്യോഗസ്ഥന്മാർ ഒരു ടീച്ചറെ പീഡിപ്പിക്കുകയാണ്. അവസാനം ടീച്ചറിന്റെ ഭർത്താവ് ജീവിക്കാൻ ഗതിയില്ലാത്തത് കൊണ്ട് ആ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു. അതേപോലെ ഇനി പല ദേവസ്വം ബോർഡിന്റെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് 4 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് ശമ്പളം കൊടുക്കാനുണ്ട് അമ്പലത്തിലെ സെക്യൂരിറ്റി ആയി ജോലി ചെയ്തതിന്റെ. ആ ശമ്പളം കിട്ടാത്തതിന്റെ പേരിൽ ചികിത്സിക്കാൻ മാർഗമില്ലാതെ ചികിത്സ കിട്ടാതെ ഒരു ദേവസ്വം ബോർഡിലെ രോഗി മരിക്കുന്നു. ജോലിക്കാരനായ രോഗി മരിക്കുന്നു. ഇങ്ങനെ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനോട് അല്ലെങ്കിൽ മുതലാളി തൊഴിലാളിയോട് ഇങ്ങനെ ആരാവട്ടെ അധികാരം കയ്യിലുള്ളവർ മുഴുവൻ അക്രമികളായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയും അക്രമമാണ്. അക്രമമില്ലാത്തൊരു ലോകം ഇന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഏതർത്ഥത്തിലും എവിടെയും അക്രമം കൊടുക്കുത്തി വാഴുന്ന ഒരു ലോകമാണിത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇസ്തഖുൽമ, നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണം. നിങ്ങൾ ഒരു കാരണവശാൽ അക്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. അക്രമം അത് അന്ത്യനാളിൽ ഇരുട്ടുകളാണ്, നിങ്ങളെ നശിപ്പിക്കുന്ന നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇരുട്ടാണതെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ദുൽമ ഏതൊക്കെ രൂപത്തിൽ വരാൻ പറ്റുമോ ആ രൂപത്തിൽ ഏതൊക്കെ അവസ്ഥയുണ്ട് അത് മുഴുവൻ അല്ലാഹുവിന്റെ പ്രവാചകർ തടഞ്ഞിട്ടുണ്ട്. ഒരു ഭാഗത്തുകൂടെയും അക്രമം അല്ലാഹു അവന്റെ പ്രവാചകരെ അനുവദിക്കുന്നില്ല. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ലാ തഹാസദു, നിങ്ങൾ അസൂയാലുക്കളാവരുത്. എന്താണ് അസൂയ എന്ന് പറഞ്ഞാല്? തമന്നി നിഅമത്തി സവാലുൽ ഖൈരി. നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കൊന്നുമല്ല അസൂയന്റെ അർത്ഥം. ഹസദ് എന്ന് പറഞ്ഞാല് തമന്നി നിഅമത്തി സവാലുൽ ഖൈരി, മറ്റൊരാൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാൽ അത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുക. ഇതിനാണ് അസൂയ എന്ന് പറയാം. സാങ്കേതികമായിട്ട് ശറഈന്റെ ഭാഷയിൽ ഹസദ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏതോ ഒരു അയൽവാസി നല്ലൊരു വീട് കയറ്റി, അപ്പൊ എന്റെ ചിന്ത ആ വീടൊന്ന് പൊളിഞ്ഞടിക്കുന്നത്. ഏതോ ഒരുത്തോ എങ്ങനെയൊക്കെ ഒരു കാറ് വാങ്ങി, അപ്പൊ ഇവന്റെ ചിന്ത അവന് കാറുമില്ല ബൈക്കില്ല ഒന്നുമില്ല. അപ്പൊ അവന്റെ ചിന്ത ആ കാറൊന്ന് കേടുവന്ന് കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ എവിടെയും വെച്ച് കുത്തിയെങ്കിലും. ഇതിനാണ് ഹസദ് എന്ന് പറയാ. മറ്റൊരാൾ നന്നാവുന്നത് കണ്ടുകൂടാ. അവന് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ പേരിൽ പൊറുതികൾ കാണിക്കുക, അത് നീങ്ങിക്കാണണമെന്ന് ആഗ്രഹിക്കുക. അത്തരമൊരു സ്വഭാവം ഒരു വിശ്വാസി, ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാവാൻ പാടില്ല. വലാ തനാജശു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഒരാൾ വില പറഞ്ഞ കച്ചവടത്തിൽ പോയിട്ട് പിന്നെയും വില പറഞ്ഞിട്ട് ആ കച്ചവടത്തിൽ പിച്ചൻ ഉണ്ടാക്കരുത്. വലാ തനാജശു, വില പറഞ്ഞതിന്റെ മേലെ വില പറയരുത്. ഒരാൾ 10,000 ചോദിച്ചിട്ടുണ്ടാവും ഒരു പശു. അത് ഇവനെ അറിയാം, ഒരു കച്ചവടക്കാരനിക്ക് അറിയാം വേറൊരാൾ വന്നൊരു 10,000 ചോദിച്ചിട്ടുണ്ട്. ഇവർക്ക് അത് ആവശ്യം ഉണ്ടാവില്ല. എന്നാലും ഇപ്പം പോയിട്ട് 12,000 ചോദിച്ചിട്ട് വരും. ബലം പറഞ്ഞിട്ട് അവിടെ നിന്ന് വരും. ഇപ്പം 12,000 കൊടുക്കാനുമല്ല, പശുവിന് വാങ്ങാനുമല്ല. പിന്നെ എന്താ ഉണ്ടാവുക? ഇനി അവൻ 12,000 ചുരുങ്ങി അത് വിൽക്കൂല, ഒരാൾ 12,000 അത് വാങ്ങൂല്ല, അവൻ അതോടൊക്കെ പൊടിയാണ്. ഈ പണി നിങ്ങൾ ചെയ്യരുത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. അത് പശു കച്ചവടം ആവട്ടെ അല്ലെങ്കിൽ സ്ഥലക്കച്ചവടം ആവട്ടെ, എന്താവട്ടെ, എല്ലാവരും നടക്കുന്ന ഏർപ്പാടാ. ഒരാൾ വില പറഞ്ഞതിന്റെ മേലെ നിങ്ങൾ വില പറയരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് ഉൽമിന്റെ മറ്റൊരു രൂപമാണ്, അക്രമമാണത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ തബാഗദു, നിങ്ങൾ ഒരാളോടും ശത്രുത വെക്കരുത്, ഒരാളോടും വെറുപ്പ് കൊണ്ട് നടക്കരുത്, ആരോടും ശത്രുത നിങ്ങൾക്ക് ഉണ്ടാവരുത്. വലാ തദാബറു, മറ്റൊരാൾക്ക് വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണുമ്പോ അവനെ സഹായിക്കാതെ അവനെ ഏറ്റെടുക്കാതെ നിങ്ങൾ തിരിഞ്ഞു പോകരുത്. നിങ്ങൾ അവരെ സഹായിക്കുന്നതിൽ വിട്ടു നിൽക്കരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. വലാ തദാബറു വലാ യബിദു ബഅദുകും വലാ ബഅദിൻ, ഒരാൾ വിറ്റതിന്റെ മേലെ വേറൊരാൾ ഇനി വിൽക്കരുത്. ഒരാൾ അവർക്ക് 5,000 രൂപയ്ക്ക് കൊടുക്കാം, ഒരു സാധനം ഇപ്പം ചെന്നിട്ട് 4,500 ഞാൻ തരാം എന്നും പറഞ്ഞിട്ട് നിങ്ങൾ വിൽക്കരുത്. ഇങ്ങനെയുള്ള എല്ലാ ഏർപ്പാടുകളും ഇതൊക്കെ ദുൽമാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു, വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന,
അള്ളാഹുവിന്റെ അടിമകളെ, അള്ളാഹുവിന്റെ അടിയാറുകളെ, നിങ്ങൾ സഹോദരന്മാരാണെന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവുക. ആ സാഹോദര്യത്തിന് വിഗ്രഹം വരുത്തുന്ന, സാഹോദര്യത്തിന് തടസ്സമാകുന്ന ഒരു പ്രവർത്തനവും ഒന്ന് നിങ്ങളിൽ നിന്നുണ്ടാവരുത്. അൽ മുസ്ലിമോ അഹുൽ മുസ്ലിമി, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, ആ സാഹോദര്യ ബോധമുണ്ടെങ്കിൽ പിന്നെ ഒരാൾ മറ്റൊരാളെ ആക്രമിക്കുകയില്ല, അക്രമം ഉണ്ടാവുകയില്ല. വലാ യഹ്കിറുഹു, അവനെ നിസ്സാരനാക്കൂല. അവനൊരു മോശക്കാരൻ, അവനൊരു കഴിവുകെട്ടവൻ, അവൻ കയ്യിൽ പൈസ ഇല്ലാത്തവൻ, അവൻ തറവാടില്ലാത്തവൻ, അവൻ പിന്നിൽ ബലമില്ലാത്തവൻ എന്ന നിലയ്ക്ക് അവനെ ഒരാളും മറ്റൊരാളെ നിസ്സാരനാക്കരുത്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അവഗണിക്കരുത്. ഒരാളും മറ്റൊരാളെ ചതിക്കരുത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ്? ഇതൊക്കെ ദുൽമിന്റെ, അക്രമത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ആ നിലയിൽ ഏതൊക്കെ രൂപത്തിൽ അക്രമം വരാനും അതിക്രമം വരാനും സാധ്യതയുണ്ട്, അത് മുഴുവൻ നമ്മൾ സൂക്ഷിക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനുകളാവുക, അപ്പോഴാണ് നമ്മൾ മുസ്ലിമീങ്ങളാകുക. ആ ബോധം നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമായ ഒന്നാണ്. ഇപ്പൊ നമ്മൾ ഈ അവസ്ഥകളൊക്കെ നമ്മിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്കിതൊന്നും പ്രശ്നമല്ല. റസൂലുള്ളാഹി പറഞ്ഞാലും കുഴപ്പമില്ല, ഖുർആൻ പറഞ്ഞാലും നമുക്ക് പ്രശ്നമല്ല. നമ്മളുടെ പാർട്ടി, നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ സംഘടന, നമ്മുടെ കുടുംബം, ഇങ്ങനെ അവനവന്റെ കാര്യങ്ങളാണ്. അവനവനിലേക്ക് ചേർത്തിയിട്ട് എന്ത് കിട്ടും, എന്ത് പോകും എന്ന ഈ ചിന്തയ്ക്കപ്പുറം ദീനുമായിട്ട്, ദീനിന് കോട്ടം വരുന്ന പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എതിരാവുന്ന കാര്യമാണല്ലോ അത് എന്ന ചിന്ത നമ്മളെ ഒരാളെയും സ്വാധീനിക്കാത്ത വിധം എല്ലാവരും ആ നിലയിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ കാര്യത്തിലും സത്യത്തിന് ഒരു വില കൽപ്പിക്കപ്പെടാത്ത കാലം. പരിശുദ്ധ ഖുർആൻ ജൂത ക്രൈസ്തവ പൗരോഹിത്യത്തിന്റെ പഴയ സ്വഭാവത്തെ പറ്റി പറയുന്നത് കാണാം. ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിലി വതഖ്തുമൂനൽ ഹഖ, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കുന്നത്? സത്യം സത്യമായി തന്നെ നിലനിൽക്കട്ടെ, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കുഴയ്ക്കുന്നത്? വതഖ്തുമൂനൽ ഹഖ, നിങ്ങൾ എന്തിനാണ് സത്യം മറച്ചു വെക്കുന്നത്? പുരോഹിതന്മാരോട്, പണ്ഡിതന്മാരോട് പരിശുദ്ധ ഖുർആൻ ജൂത ക്രൈസ്തവ പുരോഹിതന്മാരോട് ചോദിച്ചതാണ്. അത് ഇസ്ലാമിൽ ഇപ്പോഴുള്ള മൗലവിമാർക്കും ബാധകം തന്നെയാണ്. പണ്ടുള്ളവരോട് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞത് മൗലവിമാരെ ഒഴിവാക്കാൻ പണ്ട് പറഞ്ഞത് വലിയ ഖുർആൻ അറിഞ്ഞില്ലല്ലോ. ആ പറഞ്ഞ ഖുർആനിലുള്ളതൊക്കെ ഇപ്പോഴത്തെ മൗലവിമാർക്കും ബാധകമാണ്. അപ്പൊ സത്യം മറച്ചു വെക്കപ്പെടാനുള്ളതല്ല, അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ളതല്ല. അതാണ് പരിശുദ്ധ, അതൊക്കെ അക്രമമാണ്. എക്കാലത്തും കള്ള പുരോഹിതന്മാർ, ലോകത്ത് കഴിഞ്ഞുപോയ സമുദായങ്ങളെയൊക്കെ കള്ള പുരോഹിതന്മാർ പറ്റിച്ചതും ഈ നിലവാരത്തിൽ ഇതേ അവസ്ഥയിൽ തന്നെയാണ്. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ, അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുന്നതിനേക്കാൾ, അല്ലാഹുവിന്റെ പേരിൽ കളവ് കെട്ടിയുണ്ടാക്കി പറയുന്നതിനേക്കാൾ വലിയ അക്രമം ഏതാണ് എന്ന് ആ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അവനെക്കാളും വലിയ അക്രമി ആരാണ്? ഏറ്റവും വലിയ അക്രമമാണത്. അല്ലാഹു പറയാത്തത് അല്ലാഹുവിനെ പറ്റി പറയാം. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തിൽ ഇല്ലാത്തത് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ പറയുക. ഇല്ലാത്തത് ദീനിലോ ശരീഅത്തിലോ അള്ളാഹുവിന്റെ പേരിലോ അല്ലെങ്കിൽ ഹദീസിന്റെ പേരിലോ ഒക്കെ ആക്കിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക. അള്ളാഹു തആല പറയുന്നു, ആളുകളെ പഴപ്പിക്കാൻ, ആളുകളെ പറ്റിക്കാൻ. ജനങ്ങൾക്ക് അറിഞ്ഞൂടാ, ജനങ്ങൾക്ക് അത്രേ അറിയൂ. ജനങ്ങൾ തലീകെട്ടും കുപ്പായും ഒക്കെ കണ്ടാൽ വിചാരിക്കുന്നത് മൂല്യരാണല്ലോ വിചാരിച്ച് ഇയാൾ പറഞ്ഞതൊക്കെ സൂക്ഷിക്കും. ഇന്ന് പേടിക്കപ്പെടേണ്ട അപകടകാരികളായി മൂല്യന്മാരും മാറിയ കാലമാണ്. വലിയ അപകടകാരികളായി മാറിയിട്ടുണ്ട് ലോകത്ത്. ലോകത്തിനെ ബാധിക്കുന്ന ചീഞ്ഞതൊക്കെ ആദ്യം അവരെ ബാധിക്കുക. അല്ലാഹു തആല, അള്ളാഹിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചതായിട്ട് ചില കിതാബുകളിലൊക്കെ കാണാം, ചില ഇമാമുകളൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അല്ലാഹു തആല ഇൽമ പഠിച്ചപ്പോ അതിന്റെ കൂട്ടത്തിലൊരു സാധനത്തെ കൂടി പഠിച്ചിട്ടുണ്ട്, സയാമിസ്. ഒറ്റ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ പറയും പോലെ ഇൽമുണ്ടോ അവിടെ ഹസദ് ഉണ്ടാവും, അസൂയ, കൂടപ്പറപ്പാണ്. കൂടപ്പറപ്പ ഒരു മൂലനെ മറ്റൊരു മൂലർക്ക് സഹിക്കൂല. ആ മൂലര് പറഞ്ഞാൽ ഈ മൂലര് അതിന് കുറ്റം കണ്ടുപിടിക്കാൻ വല്ല മാർഗം ഉണ്ടോന്നാ നോക്കുക. അത് ഇൽമിന്റെ കൂടപ്പറപ്പാണ്. അതാ അവസ്ഥയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ലോകം ഇന്ന് എല്ലാ രംഗത്തും അക്രമങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല ബോധം വേണം. നമ്മൾ ചതിക്കപ്പെടാതിരിക്കണം, നമ്മൾ ചതിയിൽ പെടാതിരിക്കണം, നമ്മുടെ ഒരാൾ ചതിക്കാതിരിക്കും വേണം.
അതുകൊണ്ടാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇത്ര ഗൗരവമായിട്ട് ഈ വിഷയം ഇങ്ങനെ പറയാം. വഇന്ന മിൻഹും, ആ പുരോഹിതന്മാരുടെ ജൂത ക്രൈസ്തവ പുരോഹിതന്മാരുടെ കൂട്ടത്തിലുണ്ട് ലഫരീഖൻ, ഒരു സംഘം. എന്താണ് ആ സംഘത്തിന്റെ പ്രത്യേകത? യലൂന അൽസിനത്തക്കും, അവരുടെ നാവ് അവരിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും, അവർ ചായച്ചുകൊണ്ടിരിക്കും അവരുടെ നാവിനെ. എന്തിന്? യലൂന അൽസിനത്തഹും ബിൽ കിതാബി, അത് കിതാബിലുള്ളതാണ്, വേദത്തിലുള്ളതാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി വേദം അവരിങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾ, പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്, അവരാ പറയുന്നത് വേദത്തിലുള്ളതാണ് എന്ന് ആളുകൾ വിചാരിക്കാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കിതാബ്, അത് വേദത്തിലുള്ളതല്ല. വേദങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടല്ല, ഇല്ലാത്തത് പറയുകയാണ്, പറഞ്ഞ ആളുകളെ പറ്റിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അങ്ങനത്തെ ഒരു സ്വഭാവം വേദം നൽകപ്പെട്ട വിഭാഗങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് കാണാം. അപ്പൊ പല രൂപത്തിൽ ഏത് നിലയ്ക്ക് നോക്കിയാലും അക്രമമാണ് ഇന്ന് ലോകത്ത് എവിടെയും ഉന്മ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം തിരുത്തുമെന്ന് പറഞ്ഞ ആ ഉന്മ വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലം. ഇനി ഈസാ നബി വന്നിട്ട് തിരുത്തട്ടെ വിചാരിച്ചാൽ അതുവരെ നമ്മളത് ശരിയല്ല വേണ്ടത്, നമ്മളതൊന്ന് വിട്ടു നിൽക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് അക്രമത്തിന്റെ ആ പരിധിയിൽ വരുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നമ്മിൽ നിന്നുണ്ടാവാതെ നമ്മൾ സൂക്ഷിക്കണം. അതിനാണിത് പറയുന്നത്. ഉൽമ വലിയ പാപമാണ്, ചെറിയ പാപമല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരാള് മറ്റൊരാളുടെ സ്ഥലത്ത് നിന്ന്, നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി കാണുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ ഉള്ളതുപോലെ, അതിൽ തന്നെ ആലത്തൂർ താലൂക്കിലുള്ളത് പോലെ വേറെ എവിടെ ഇല്ല എന്ന എന്റെ അഭിപ്രായം. അതിര് തർക്കം. ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പരിശോധിച്ച ഏറ്റവും അധികമുള്ള കേസ് അതിര് തർക്കമാണ്. വേലി നിൽക്കുക. പാലക്കാടത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വേലി നിൽക്കല്, ഞങ്ങളുടെ നാട്ടുകാർ അതിൽ വലിയ മുഖ്യന്മാരാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. അതിർത്തി നീക്കിയിട്ട് സ്ഥലം കയ്യേറുക, കൂട്ടി ഇങ്ങനെ വരിക, ഇതെല്ലോടെ ഉണ്ട്. എത്ര അപകടകരമാണ് ഈ സംഭവം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കാണാം, ഭൂമിയിൽ നിന്ന് ഒരു ചാണ്, ഒരുത്തന്റെ സ്ഥലത്ത് നിന്ന് ഒരു ചാണ് ഒരാൾ അതിക്രമമായി പിടിച്ചെടുത്താൽ, കയ്യേറിയാൽ, 7 ഭൂമിന്റെ അടിയിൽ നിന്ന് ആ മണ്ണ് ഒന്നായിട്ട് കണ്ടാഭരണമാക്കി കഴുത്തിൽ ചങ്ങലയാക്കി അല്ലാഹു തആല മഹ്ശറിൽ അവന്റെ കഴുത്തിൽ ഇട്ടു കൊടുക്കും. അത് വലിച്ചിട്ട് വേണം അവൻ മഹ്ശറിൽ വരാനെന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകർ പഠിപ്പിച്ച ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ആലോചിക്കുക ഗൗരവം അഴുന്നില്ല, അമ്മ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആരാന്റെ സ്ഥലത്ത് നിന്ന് നമ്മൾ കയ്യേറുമ്പോ, നമ്മുടെ വേലി ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി കെട്ടുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ വേലിയുടെ പുറത്തേക്ക് ഇങ്ങനെ മുള്ളു വെച്ച് ഇങ്ങനെയാണല്ലോ നമ്മൾ വേലിയിട്ട. നമ്മുടെ വേലികെട്ടിത് പാലക്കാട് ഉള്ളതുകൊണ്ട് ഈ വേലികെട്ടിട്ട് അപ്പുറത്ത് പോയാൽ പറ്റുന്ന ഈ സംഭവമില്ല. ഒരു കൊല്ലം കെട്ടിയതിന്റെ അപ്പുറത്ത് ആരാന്റെ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അടുത്ത വാങ്ങി വെക്കുക. അങ്ങനെയല്ലേ ഇവിടെയൊക്കെ? നമ്മുടെ സ്ഥലത്തല്ല, ആരാന്റെ സ്ഥലത്താണ് പിറ്റത്തെ കൊല്ലത്തെ വാങ്ങി. എന്നിട്ട് അതിന്റെ പിറ്റത്തെ കൊല്ലം അതിന്റെ മേലെ കൊണ്ടിരിക്കുക. എന്നിട്ട് അടിയിൽ നിന്ന് മണ്ണങ്ങൾ നീങ്ങിപ്പോയാൽ പിന്നെ എന്താവും? 2 കൊല്ലം വേലി കെട്ടുമ്പോൾ ഒരു ചാണകഭൂമി അതായാലും കിട്ടും. ഇതുപോലെയുള്ള ഈ പരിപാടി നമ്മുടെ നാട്ടിലൊരു സ്വഭാവമാണ്. ആകെ വേലി കെട്ടണം തന്നെ അതിനു വേണ്ടിയാണെന്ന് തോന്നിപ്പോവും പലപ്പോഴും കണ്ടാലും. ഏതായാലും അല്ലാഹു അന്തരീക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ഗൗരവമുള്ള തെറ്റാണത്, അക്രമമാണത്. അത് അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. അവരുടെ ശിക്ഷ പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് കാണാം. ഇന്നത്തെ ഖുതുബ ഇതിനെ കുറിച്ചാണ്. അത് എനിക്ക് മനസ്സിലാവില്ല അറബി ആയതുകൊണ്ട്. എന്നാൽ ഈ ആയത്തൊക്കെ ഇതിൽ വരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഭൂമിയിൽ വെച്ച് അക്രമം പ്രവർത്തിച്ചിട്ട് നാളെ മഹ്ശറിൽ വരുമ്പോ പടച്ചോനെ പറ്റിപ്പോയിട്ടോ പൊറുക്കണട്ടോ എന്ന് അവിടെ പറഞ്ഞിട്ട് ഒരാളുടെ ആ നിലയിലുള്ള ഒന്നും അവിടെ ഉപകാരപ്പെടൂല, ഒരു ഉദറും അവിടെ സ്വീകരിക്കപ്പെടൂല. ഒരാളും അവർ വീണ്ടും പാശ്ചാത്തപിക്കാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ ഇളവ് കിട്ടുന്ന ഒരു അവസ്ഥ മഹ്ശറിൽ ഉണ്ടാവില്ല. ഉൽമ എന്ന് പറഞ്ഞത് അത് അങ്ങനെ തന്നെ അനുഭവിച്ച് തീരണം. അവിടെ കൊണ്ടുപോയി അത് നരകത്തിൽ കടന്നു തീരേണ്ട ഒരു ഭാവമാണ്. അത് അല്ലാഹു തആല വിട്ടുവീഴ്ച ചെയ്യാത്ത ഒന്നാണ്. ഒരിക്കലും അല്ലാഹു തആല അത് കൊടുക്കൂല. അതുകൊണ്ട് അക്രമം നമ്മൾ സൂക്ഷിക്കുക. ഒരാളും മറ്റൊരാളെ ആക്രമിക്കുന്നൊന്നുണ്ടാവരുത്. ചെറുതല്ല, വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അയാളെ ചെറിയ ഉസ്താദൊക്കെ പറയാറുണ്ട്, അവിടെ ഒരു ചർമ്മൻ ആക്കി എന്ന് പറയുന്ന വലിയൊരു കൊലകൊമ്പൻ. അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് ഉസ്താദ് ചെറുകാർ തീർച്ചയായിട്ടും പറയുന്നത് ഇപ്പൊ 65 കൊല്ലായി അവിടെ തന്നെ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്.
94 വയസ്സുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഒരു ചെറുമനെ, പണിക്കാരൻ ചെറുമനെ കോണവും കെട്ടിട്ട് പണിക്ക് വന്ന ചെറുമൻ വരമ്പ് മാടിയപ്പോ അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഈ ചെറുമനക്കാൾ ചവിട്ടി, യാചേരി ചവിട്ടിയപ്പോ ഈ ചെറുമൻ പറഞ്ഞു, മോചരാപ്പളെ എന്നെ ചവിട്ടട്ടെ. ഇയാളെക്കാളും വയസ്സ് മൂത്തോനായി ചെറുമൻ. ഇയാള് പറഞ്ഞു, മോചരാപ്പളെ നിങ്ങൾ എന്നെ ചവിട്ടണ്ട, ഞാൻ ചാവും എന്ന് പറഞ്ഞപ്പോ ഇയാൾ എന്താണ് നിങ്ങൾ ചവിട്ടിയാലും രണ്ടാമത് ചവിട്ടു. ആ ചവിട്ട് കൊണ്ടപ്പോ ഇയാള് മൂന്നാമതും ചവിട്ടാൻ വേണ്ടി കാല് പൊക്കുന്നത് കണ്ടപ്പോ ഈ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ആ ചെറുപ്പം പറഞ്ഞു, ഒറ്റ വാക്ക്, എന്റെ മമ്പറത്തെ കല്യാണം പാപ്പ നിങ്ങളത് കാണുന്നില്ലേ? ആ സമയത്ത് ആ ചെറുപ്പം പറഞ്ഞ വാക്ക്, എന്റെ മമ്പറത്തെ കല്യാണം പാപ്പ നിങ്ങളത് കാണുന്നില്ലേ? ആ പൊക്കിയ കാലിന്റെ ഔട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു പൊക്കിയ കാല് ഓരയെല്ലി മേലേക്കല്ലിട്ട് പൊങ്ങിപ്പോയി. പിന്നെ ആ കാല് നിലത്ത് ഇറക്കി വെക്കേണ്ടി വന്നിട്ടില്ല. മരിക്കുന്നത് വരെ ആ കാല് താങ്ങില്ല. അപ്പൊ ചർമ്മം പിടിച്ചാലും കേൾക്കും. ചർമ്മം മനുഷ്യനാണ്, അവനും അവന്റേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, മനുഷ്യത്തുണ്ട്, അള്ളാഹുമായിട്ട് അവനും ബന്ധമുണ്ട്. അവൻ അള്ളാഹിന്റെ അടിമയാണ്. നമ്മൾ ആരെ ആക്രമിക്കുമ്പോഴും സൂക്ഷിക്കണം. നിരപരാധികളായ പാവങ്ങളായ ദുർബലരായ ആളുകളെ വിഷമിപ്പിക്കുമ്പോ നമ്മൾ സൂക്ഷിക്കണം. അവർക്ക് അറിയണ പണി ആകെ പണി എന്താ? മദ്ലൂമിന് ചെയ്യാൻ പറ്റുന്ന തിരിച്ചൊന്നും ചെയ്യൂല. അവൻ ദ്വാരക്കും, അവന്റെ ദ്വാരക്കും അള്ളാഹുവിനും അടിയിൽ എന്തില്ല? മതിലുകളില്ല, അതിർവരമ്പുകളില്ല, തടസ്സമില്ല. ആക്രമിക്കപ്പെട്ടവർ എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും. അതുകൊണ്ട് നമ്മളൊരിക്കലും അക്രമികളാവരുത്. നമ്മൾ മദ്ലൂമുകളായിക്കോട്ടെ. നമ്മൾ ആക്രമിക്കപ്പെട്ടാലും നമ്മൾ ഒരാളെയും ആക്രമിക്കാതിരുന്നെങ്കിലേ പടച്ചോന്റെ മുമ്പിൽ നമ്മളൊക്കെ സ്വീകരിക്കപ്പെടുന്നവരാകും. അല്ലാതെ എന്നാൽ അള്ളാഹുവിന്റെ അദാബ് ദുനിയാവിൽ വെച്ച് തന്നെ നമ്മളെ പിടികൂടും. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, മഹ്ശറിൽ വരുമ്പോ അക്രമികളായ ആളുകളോട് നമ്മൾ പറയും, അവർക്ക് ഒന്നുമില്ല, പറഞ്ഞൊഴിയാനുള്ള അവസരമില്ല. അവരോട് നമ്മൾ പറയും, അല്ലാഹു പറയുന്നു, നിങ്ങൾ നരകം അനുഭവിച്ചോളുക. നിങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല, നിങ്ങൾക്ക് ഒരു ആനുകൂല്യവും നിങ്ങൾക്ക് ലഭിക്കൂല. നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. അല്ലത്തി കുന്തും കണ്ടിപ്പോൾ നിങ്ങൾ കളവാക്കിയ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിനെ കളവാക്കി, നിങ്ങൾ ചെയ്ത അക്രമങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുവെങ്കിൽ നമ്മൾ പേടിക്കണം. നമുക്ക് ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ആരും എന്തും കാട്ടാ തിരിച്ചൊന്നും കാട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കുറെ മുതലുണ്ട്, മറ്റുള്ളവർ എന്തെങ്കിലും കാട്ടിയാൽ ആരും ചോദിക്കാനും പറയാനും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അള്ളുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. നമ്മളൊരിക്കലും അക്രമികളാവരുത്. നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്ക് മുൻപ് നമ്മൾ ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വഗ്ഫിർ ലനാ വലിവാലിദിനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. നാളെ രാവിലെ 8 മണിക്ക് നമ്മുടെ മദ്രസയിലെ CKP-യിലെയും ഇവിടെയുള്ള മദ്രസ കുട്ടികളുടെ രക്ഷിതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. രക്ഷകർത്തൃ യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആ യോഗത്തിൽ നിർബന്ധമായും പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചന്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ ഒരു പിരിവിനെ പറ്റി ഇവിടെ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ആഴ്ച അത് പറയാൻ ഞാൻ മറന്നു. പിന്നെ ആരും എന്നെ ഓർമ്മിപ്പിച്ചില്ല. അപ്പൊ അത് എന്തെങ്കിലും നമ്മൾ കൊടുക്കണമല്ലോ. നമ്മളുടെ മാഹിന്റെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനല്ലേ. കുറ്റങ്ങളും കുറവുകളൊക്കെ ഒരുപാട് ഉണ്ടാവും. നമ്മളൊന്ന് മനസ്സിലാക്കണം. പലരും പറഞ്ഞതിൽ നിന്ന് വയലു പറയാൻ സമയമില്ല. ഇൻഷാല്ലാഹ് പിന്നൊരിക്കൽ പറയാം. ഒരു ഹദീസിൽ തന്നെ വ്യക്തമായി വന്നിട്ടുണ്ട്, ഒരാൾ തെറ്റ് ചെയ്തു. ഞാൻ പറയാൻ പറ്റൂല, സാധാരണ അങ്ങനെ എല്ലാ ഹദീസും വയലു പറയില്ല എല്ലാവരോടും. പക്ഷെ അത് പറയേണ്ടി വന്നതുകൊണ്ട് ഞാൻ പറയട്ടോ. സ്വഹിയായ ഹദീസാണ്, ബുഖാരിയിലുള്ള ഹദീസാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാൾ തെറ്റ് ചെയ്തു, അവൻ തൗബ ചെയ്തു. ഉദാഹരണത്തിന് പറയാം, ഒരാൾ കള്ളു കുടിച്ചു തന്നെ വെച്ചാൽ അവൻ തൗബ ചെയ്തു, ഇനി ഞാൻ കള്ളു കുടിക്കില്ല എന്നൊക്കെ അവൻ മനസ്സിൽ കഴിഞ്ഞു. പക്ഷെ പിന്നെ അതിനൊക്കെ ആൾക്കാരൊക്കെ കൂടി കൊണ്ടുപോയിട്ട് അവനെ പിന്നെയും കുടിച്ചു. അതിൽ അവന് കുടിച്ചത് ഓർമ്മ നമുക്ക് മനസ്സിലായി, ഞാൻ കുടിച്ചത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ആയത്, അതുകൊണ്ട് ഇനി ഞാൻ കുടിക്കൂല. ഇത് നിങ്ങൾ അങ്ങനത്തെ ആളുകളോട് പറയരുത് കേട്ടോ. അവർക്കുള്ള എന്താ, കുടിക്കാത്ത ആളുകൾക്കുള്ള ഹദീസാണിത്. കുടിച്ചോര് പറഞ്ഞാൽ പിന്നെ അവർക്ക് ന്യായീകരിക്കലാവും. അതിലിപ്പം വീണ്ടും കുടിച്ചു, അതിലിപ്പം പിന്നെയും തെറ്റ് ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് അവൻ അതിന്റെ അഡിക്റ്റായി മാറി. ഇനി അവൻ ഒളിച്ചു നിൽക്കണമെങ്കിൽ കുടിക്കണം. അങ്ങനെ ഉണ്ടാവുള്ളൂ ചില മനുഷ്യന്മാര്. വണ്ടൂര് ഒരു നഴ്സിന്റെ ഭർത്താവ്
ഗുരുതരമായ രോഗമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊരമ്പന്റെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചപ്പോ ആ നഴ്സ് അവിടെ ജോലി ചെയ്യുന്നത് അവിടുത്തെ വലിയ ഡോക്ടർ പറഞ്ഞു ഇയാളുടെ അസുഖം മാറണമെങ്കിൽ ദിവസം രാവിലെ 100 ചാരായം വാങ്ങി കൊടുക്കണം. ആ 100 200 ആകരുത്, 50 ആകരുത്. 100 മില്ലി ചാരായം ദിവസം രാവിലെ വാങ്ങിക്കൊടുത്താൽ മതി മരിക്കുന്നവരെ. ഇന്ന് ഇയാൾക്ക് മരുന്നൊന്നും വേണ്ട എന്ന് ഡോക്ടർ, നീതിമാനായ ഡോക്ടറാണ്. കാരണം അയാളുടെ ശരീരം അതിനോട് മാത്രമേ പ്രതികരിക്കൂ, ഒരു ഗുളിക അയാളുടെ ശരീരം സ്വീകരിക്കില്ല. ആ നിലയിലേക്ക് കുടിച്ച് അങ്ങനെ ആയിപ്പോയി. ഇനി ആ ഡോക്ടർക്ക് അത് പറഞ്ഞു കൊടുക്കല്ലാതെ മാർഗമില്ല. അതായി പറഞ്ഞ ഹദീസ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി അവന് രക്ഷല്ല. അപ്പൊ അല്ലാഹു തആല അവനോട് പറയും അത്രേ, നീ എന്താ കാണിക്കണം, നീക്കൊക്കെ ഞാൻ പൊറുത്തു എന്ന് അല്ലാഹു പറയും അത്രേ. അങ്ങനെ പറഞ്ഞ് വിദ്യ കഴിച്ചതായിക്കോട്ടെ, എല്ലാവരും വിചാരിച്ചിട്ട് തെറ്റ് ചെയ്യണമെന്നല്ല. അത് കഴിയാത്തൊരവസ്ഥയിൽ എത്തൂല ചില മനുഷ്യന്മാര്. അതൊക്കെ നമ്മൾ ആലോചിക്കട്ടെ. അപ്പൊ അല്ലാഹു തആല അവർക്കും നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. അപ്പൊ ആ കാര്യമായി ആ സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം. കമ്മിറ്റിക്കാർ പോലെ ഉണ്ടാവും, അവരെ എത്തിച്ചിട്ട് പോകണം. നല്ലൊരു സംഖ്യ തന്നെ. അള്ളാഹു അവരെയും നമ്മുടെ രോഗങ്ങളും അവരുടെ രോഗങ്ങളൊക്കെ മാറ്റി തരുമാറാവട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ